ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം പായൽ 1 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഇന്ന് തേഴ്സ്ഡേ ആണ്, April 17th, പെസഹ വ്യാഴം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എനർജീസ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഒത്തിരി ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട്, സ്പിരിച്വൽ പ്രാക്ടീസായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ മെൻ്റൽ ടെൻഷൻസ്, കുറച്ച് പേർക്ക് ഫിസിക്കൽ ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഹീൽ ചെയ്യാനായിട്ടായിരിക്കാം. അവിടെ കുറച്ചൊരു അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തി ഡയറ്റായിരിക്കാം. എങ്ങനെ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാം, എന്തെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും, അതിലെല്ലാം കുറേ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജസ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മദർ ടങ് ഉള്ള ആൾക്കാർ, അവരിൽ നിന്നിട്ടുള്ള ഒരു എനർജി, എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ 7 ഓഫ് വോയിസസിലും റിഫ്ലക്ഷൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി അവേക്കനിങ് സ്റ്റേജിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് എടുക്കേണ്ടത്, അതിലെല്ലാം കുറച്ചുകൂടെ ക്ലാരിറ്റി, വ്യക്തത, ഒരു അവേക്കനിങ് എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ ആഗ്രഹം, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അത് നടക്കാതെ വരുമ്പോൾ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അത് മറികടക്കാനായിട്ടും ഒരു അവേക്കനിങ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഒത്തിരി ഹാർട്ട് സ്പേസിൽ ഒത്തിരി അവേക്കനിങ്, ഇമോഷണൽ ഹീലിംഗ്, അതെല്ലാം ഈ ഒരു ദിവസം പോസിബിൾ ആകുന്നതാണ്. ഇത് രണ്ടിലും നമുക്കൊരു ഡോറ്, ഒരു പോർട്ടലിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ പുറത്തോട്ടെടുക്കാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒരു ചോയ്സ് എടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ കൈകൾ കെട്ടിവെച്ചേക്കുന്ന പോലത്തെ ഒരു എനർജി, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബെറ്റർ വേർഷൻ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടൽസ്, എനർജീസ് ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ ആ ഒരു അവസരങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഹൈ വൈബ്രേഷണൽ എനർജി, ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ക്ലെവറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള, ഷ്രൂഡായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ജലസിയുടെ എനർജിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എനർജീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമാകാം. അത് കുറച്ച് പേർക്ക് ക്ലിയർ ആകുന്ന ഒരു സമയമായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ എനർജിയാണ് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി മാനിഫെസ്റ്റേഷൻ, മാജിക്കലായിട്ടുള്ള എനർജി, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടും ഒത്തിരി ബ്യൂട്ടിഫുൾ എനർജീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇന്നത്തെ അഡ്വൈസ് നോക്കാം. താങ്ക് യു. ടെൻഷൻ, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, അത് മറികടക്കാനായിട്ട് ശ്രമിക്കുക. വ്യക്തികൾ, സിറ്റുവേഷൻ കുറച്ചും കൂടി ആത്മീയമായിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്നിട്ട് നിങ്ങൾ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക.
അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാറ്റേൺസ് ആണ്, ആൻസിസ്ട്രൽ പാറ്റേൺസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോയുടെ എനർജി, കടുംപിടുത്തത്തിൻ്റെ എനർജി ആയിരിക്കാം. അതും കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാസ്കുലിൻ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എടുക്കേണ്ട സമയത്ത് ആക്ഷൻസ് എടുക്കുക. ചില സിറ്റുവേഷൻസ്, ചില ഇമോഷൻസ് ഫീൽ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം, കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങളോട് ഫീൽ ചെയ്യാനായിട്ട്, ആ ഒരു നാച്ചുറൽ ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഫൈനൽ എനർജി നോക്കാം. ഗുഡ് തിങ്സ് ടേക്ക് ടൈം, പേഷ്യൻസ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ലൈഫിലോട്ട് വരാനായിട്ട് കുറച്ചൊരു പേഷ്യൻസ്, സമാധാനത്തിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ സോൾ നിങ്ങൾ നർച്ചർ ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലൈഫിലോട്ട് നല്ല നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരണ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്പേസിൽ, ടൈമിൽ വന്നിട്ടുണ്ടാകില്ല, കുറച്ചൊരു ലേറ്റ് ആയിട്ടായിരിക്കാം വരുന്നുണ്ടാകുക. അപ്പോൾ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നല്ലതാണെങ്കിൽ അതിനോട് എസ് പറയാനായിട്ടും ശ്രമിക്കുക. ആ ഒരു അഡ്വൈസും എനിക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി പോർട്ടൽ, ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ, അവേക്കനിങ്ങിൻ്റെ എനർജി കൂടെ നിങ്ങൾ പോകുന്നതാണ്. പ്രത്യേകിച്ചും ഹാർട്ട് ചക്ര, ലവ്, റൊമാൻസ്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹീലിംഗ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒൺലി തിങ്, ഈ ഒരു എനർജി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ നൈറ്റ് റുട്ടീൻ കുറച്ചൊന്നും കറക്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരീഡ് ലൈഫിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങളുടെ തേഴ്സ്ഡേ എനർജി April 17th, ഇന്ന് പെസഹ വ്യാഴമാണ്. നമുക്ക് നോക്കാം പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. താങ്ക് യു. റൊമാൻസ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ്, അവിടെ കുറച്ചൊരു ബാലൻസ്, സ്റ്റെബിലിറ്റി, കുറച്ചൊരു പേഷ്യൻസിൻ്റെ എനർജി ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ചെറിയ ചെറിയ മൂമെൻറ്റ്സ്, നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് അവിടെ കുറച്ചൊരു കംഫർട്ട്, കുറച്ചൊരു ആത്മസംതൃപ്തി, അതെല്ലാം കണ്ടെത്താനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ബാലൻസ് ആണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. കുറച്ചൊരു ബിസി ആയിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 of Pentacles, അഗെയിൻ ഇവിടെ മണി, ഫിനാൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഷ്യൻസ്, സമാധാനത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും എനർജിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് ഇമോഷൻസ്, ഒത്തിരി ഇമോഷണൽ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ബാക്കിൽ സ്റ്റാറാണ്. കുറച്ച് പേര് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നെയിം, ഫെയിം, റെക്കഗ്നിഷൻ, മണി, ഫിനാൻസ് ആയിട്ടുള്ള എനർജി, അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വിഷൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഡെവലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി പാഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ്, ഷിഫ്റ്റ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇമോഷണൽ ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ട്, വിഷസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ ഇത് ഹീലിംഗ് ആണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറേ കൂടെ ബാലൻസ് നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ അഡ്വൈസ് നോക്കാം. താങ്ക് യു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 2 of Wandsൻ്റെ എനർജി കാണുന്നുണ്ട്.
കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും എനർജിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈമിലായിരിക്കും നിങ്ങൾക്ക് അത്ര വ്യക്തതയില്ല, വിശ്വാസമില്ലാത്ത എനർജീസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും വൈസായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. 2 ഓഫ് വാൻഡ്സിലും കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കുക, ഒന്നും ഓവറായിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് സ്പെൻഡിങ് ഹാബിറ്റ്സ് ആയിരിക്കാം, കൂടുതൽ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അറ്റൻഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു അറ്റൻഷൻ, കുറച്ചൊരു ശ്രദ്ധ ഇന്നത്തെ ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2യുടെ ഇന്നത്തെ ഫൈനൽ ഗൈഡൻസ് എന്താണ്? ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് പ്രത്യാശ, ഹോപ്പ് കൈവിടാതിരിക്കുക. ചില സിറ്റുവേഷൻസ് ചാലഞ്ച് ചെയ്യുന്നുണ്ടാകാം, ബാലൻസ് നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ ഹാപ്പിനെസ്, ആ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡ്രീംസ് എന്താണോ, നിങ്ങളുടെ ഗോൾസ് എന്താണോ അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട്, കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക. എന്താണോ കർമ്മ ചെയ്യാനായിട്ടുള്ളത് ആ ആക്ഷൻസ് ആയിട്ട്, ആ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2യുടെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.